നേപ്പാളിലെ പിടിച്ചുലച്ച മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 160 ദുരന്തത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ 579 പേരെ കാണാതായതായിട്ടാണ് റിപ്പോർട്ട്. മഴ പെയ്യാതെ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന ഗ്ലോഫ് എന്ന ഹിമതടാക വിസ്ഫോടനമാണ് ദുരന്തത്തിനു പിന്നിൽ. കാണാതായ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ളവരും പശ്ചിമബംഗാളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളുമാണ്. ഇതിനു പുറമെ സദ്ഗുരുവിന്റെ ഇഷ ഫൗണ്ടേഷനിൽ നിന്നുള്ള 77 പേർ ചൈന അതിർത്തിയിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ ഉണ്ടായിരുന്നുവെന്നും നിലവിൽ അവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഒരിടത്തും മഴ പെയ്യാതിരുന്നിട്ടും നദികൾ കരകവിഞ്ഞൊഴുകി നിമിഷങ്ങൾക്കകം പ്രളയമുണ്ടായതിനു പിന്നിൽ ഗ്ലോഫ് അഥവാ ഹിമതടാക വിസ്ഫോടനമെന്ന പ്രതിഭാസമാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതകളും പാലങ്ങളും ജലവൈദ്യുത പദ്ധതികളും പ്രളയത്തിൽ തകർന്നു. നേപ്പാളിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ റസുവഗഡി, ടിമുറെ, സാഫ്രുബൈസി തുടങ്ങിയ പ്രദേശങ്ങൾ നിമിഷങ്ങൾക്കകം വെള്ളത്തിനടിയിലായി. നേപ്പാളിലെ നദികളിൽ നിന്നുള്ള പ്രളയജലം അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിലെ ഫോട്ടേകോശിയും തൃശൂലി നദിയും വഴി ഒഴുകിയെത്തുന്ന വെള്ളം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഖണ്ഡക് നദിയിലേക്കാണ് കുതിച്ചെത്തുന്നത്. ഇത് ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും അതിർത്തി ജില്ലകളിൽ കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടാക്കുന്നുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായെ അറിയിച്ചു. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അടിയന്തര മരുന്നുകളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം നേപ്പാളിലേക്കെത്തി. കാണാതായ ഇന്ത്യൻ തീർത്ഥാടകരെ കണ്ടെത്തുന്നതിനും സഹായം ആവശ്യമായി വരുന്നവർക്കുമായി ഇന്ത്യൻ എംബസികളും സംസ്ഥാന സർക്കാരുകളും പ്രത്യേക അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.